ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ ഗാർഡനിൽ നിൽക്കുന്ന മാമ്പഴം എന്ന് പറയാം, മാങ്ങ എന്ന് പറയാം. മാവ് ചെറുതാണെങ്കിലും ഇഷ്ടംപോലെ മാങ്ങ കാച്ച് കണ്ടോ ഗായ്സ്. ഇത് വെള്ളരിക്ക മാങ്ങയാണേ. പുളിപ്പൊന്നും ഇരിക്കില്ല, നല്ല ടേസ്റ്റാണ് പഴുക്കുമ്പം കഴിക്കാൻ. അതേപോലെ റംബൂട്ടാൻ ഉണ്ട്, കണ്ടോ കാച്ചു കിടക്കുന്ന ഇഷ്ടം പോലെ കാച്ചു കിടക്കുന്ന റംബൂട്ടാൻ. ഇനി ഇത് പഴുക്കുമ്പോൾ കഴിക്കാം. റംബൂട്ടാൻ റെഡ് കളറിൽ ഇഷ്ടം പോലെ കാച്ചിട്ടുണ്ട്, പൂ പൂത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, വലിയ മരമാണ്. റംബൂട്ടാൻ ഉണ്ട്, മാങ്ങ കാച്ചു കിടപ്പുണ്ട്. അതേപോലെ ഇത് കണ്ടോ, ഇത് പാരിജാത പൂവാണേ. ഇപ്പോൾ പൂത്തിട്ടില്ല, പൂക്കുമ്പം കാണിച്ചു തരാം. പാരിജാതം ഒരു ചെറിയ നല്ലൊരു മണമുണ്ട്, റോസാപ്പൂ പോലെ ഇരിക്കും കാണാം പാരിജാതം. അതേപോലെ കുഞ്ഞ് ബഡ് റോസ. ഇതിൽ ഒരേ ചെടിയിൽ പല പല കളറിൽ റോസ് വരും. വൈറ്റ്, റെഡ്, യെല്ലോ, അങ്ങനത്തെ പല കളറിൽ ഒരേ ചെടിയിൽ പല കളറിൽ റോസ് ഉണ്ടാവും. ഇപ്പം വൈറ്റും റെഡും മാത്രമേ ഉള്ളൂ. അതേപോലെ ഇത് കണ്ടോ ഗൈസ്, ഇത് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും. ഇഷ്ടംപോലെ കാച്ചിട്ടുണ്ട്, പക്ഷെ മുകളിലാണ് കാച്ചു നിൽക്കുന്നത്. പറിക്കാൻ കുറച്ച് പാടാണ്. ഇത് അകത്ത് വൈറ്റ് കളറിലിരിക്കും. കഴിക്കുമ്പം നമ്മുടെ വായിൽ മൊത്തം ഇങ്ങനെ ഫെവിക്കോൾ പോലെ ഒട്ടിപ്പിടിക്കും. മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും ഇതിന്. എപ്പോഴെങ്കിലും താഴെ വീണ് കിടക്കുമ്പോഴേ എടുത്ത് കാണിച്ചു തരാം. മുകളിൽ എവിടേക്കോ കാച്ചു കിടപ്പുണ്ട്, പറിക്കാൻ പാടാ, വലിയ മരമാണ്. അതേപോലെ ഇത് സപ്പോട്ടയാണ്, സപ്പോട്ട ഫ്രൂട്ട്. പക്ഷെ അതും കായ്ച്ചിട്ടില്ല. കായ്ക്കുമ്പോൾ കാണിച്ചു തരാം. കായ്ച്ചിട്ടില്ല സപ്പോട്ട. പിന്നെ അവിടെ മൈലാഞ്ചി ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് നെല്ലിക്ക ഉണ്ട്, മൈലാഞ്ചി, ഇഷ്ടം പോലെ മൈലാഞ്ചി ഉണ്ട്. അതേപോലെ കരിവേപ്പില നിൽപ്പുണ്ട്. കരിവേപ്പില ഏകദേശം വലിയ മരമായിട്ടാണ് നിൽക്കുന്നത്, കണ്ടോ. മുകളിൽ കയറി പൊട്ടിച്ചെടുക്കണം. കരിവേപ്പില ഉണ്ട്. പിന്നെ ജാമ്പയ്ക്ക ഉണ്ടായിരുന്നു, മുറിച്ച് കളഞ്ഞു. പിന്നെ അത്തിപ്പഴമുണ്ട്, സീതപ്പഴമുണ്ട്. സീതപ്പഴൻ്റെ വേറെ ഒരു വേർഷനുണ്ട്. അങ്ങനെ പല ഫ്രൂട്ട്സ് ഉണ്ട്. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, താഴെ നിൽപ്പുണ്ടൊക്കെ. എപ്പോഴെങ്കിലും പോകുമ്പോൾ കാണിച്ചു തരാം. മാങ്ങ കണ്ടോ വയസ്സ്. കരിവേപ്പില, ഇഷ്ടംപോലെ കരിവേപ്പില ഉണ്ട്. ആവശ്യമുള്ളപ്പോഴൊക്കെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് പറിച്ചാൽ മതി. ബാക്കി പിന്നെ കാണിച്ചു തരാം. ബായ്.